ഹായ് വെൽക്കം ടു ആ ചാനൽ. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായോ? ഇതാണ് പാൽപ്പാട. ഈ പാൽപ്പാട വെച്ചിട്ട് എന്താ പരിപാടി എന്നല്ലേ? ബാ പറഞ്ഞുതരാം. നമ്മളിന്ന് ഈ പാൽപ്പാട വെച്ചിട്ട് വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോ ദിവസം കാച്ചണ പാലിൽ നിന്ന് പാൽപ്പാട മാറ്റി വെക്കുക. അങ്ങനെ ഒരുപാട് ദിവസത്തെ പാലിൽ നിന്ന് മാറ്റുമ്പോഴാണ് ഇത്രയും പാട കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്രീസറിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ. അങ്ങനെ ആവശ്യത്തിനുള്ള പാൽപ്പാട കിട്ടിക്കഴിയുമ്പോൾ നമ്മളതിലോട്ട് തൈരൊക്കെ ഉറവൊഴിക്കണ പോലെ ഒരല്പം തൈര് ഇതിലോട്ട് ഉറവൊഴിച്ച് വെക്കുക. പിന്നെ അത് പാകത്തിന് ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. തണുത്ത ഈ പാട ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നെയ്യ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം. അങ്ങനെ നമ്മൾ ഈ തൈര് ഉറവൊഴിച്ച് വെച്ച പാൽപ്പാട കംപ്ലീറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. നല്ല നല്ല ഐസും വെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുക. അതിന് അതിന് അളവൊന്നുമില്ല. നമ്മുടെ ഒരു ഊഹക്കണക്കിന് കുറച്ചങ്ങോട്ട് ഒഴിക്കുക. മിക്സിയുടെ ജാർ അടയ്ക്കുക. മിക്സി വെച്ചിട്ട് നമ്മൾ പുറകോട്ട് തിരിക്കുക. അതായത് വിപ്പ് ചെയ്തെടുക്കുക. 2-3 വട്ടം നമ്മളൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ നെയ്യ് ഉരുക്കാനുള്ള പരിപാടിയിലാകുമ്പോൾ അമ്മ അവിടെ പുറകിൽ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടാ. റാഗി പുട്ടാട്ട അമ്മ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മിക്സിയുടെ ജാർ വന്നപ്പോൾ അത് ഇങ്ങനെയായി. ഈ കിട്ടിയ പാൽപ്പാട നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളത് വീണ്ടും മിക്സിയിലോട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതേപോലെ 2-3 പ്രാവശ്യം പുറകോട്ട് തിരിച്ച് വിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ജാർ തുറന്ന് നോക്കുമ്പോൾ അത് കണ്ട അതിലത്തെ കൊഴുപ്പൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണ്ടാവും. അതിലത്തെ കൊഴുപ്പ് വേറെ മോര് വേറെ. ഇതാട്ടോ നമ്മുടെ ബട്ടർ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കളക്ട് ചെയ്തെടുക്കാം. ഇത് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്ക് ഇങ്ങനെ കോരി എടുക്കാം. അത് കോരിയിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ നെയ്യ് ഉരുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിലോട്ട് നല്ല പോലെ പിഴിഞ്ഞ് മോര് മാറ്റിയിട്ട് എടുക്കുക. അങ്ങനെ അതിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ബട്ടറും പോരുന്ന വരയ്ക്ക് നമ്മൾ നല്ലോണം പിഴിഞ്ഞ് മോര് കളഞ്ഞിട്ട് പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇത്രയും ബട്ടറാട്ടോ കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകണം പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഐസും വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളിതൊക്കെ ഈ ഐസും വെള്ളത്തിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂട് തട്ടുമ്പോൾ ഇത് എളുപ്പം ഉരുകും. അപ്പോൾ ഇത് ഉരുകുമ്പോൾ നമുക്കത് ഒരു സുഖം ഉണ്ടാവില്ല. കുറച്ചൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ഇത് നമ്മൾ ഐസും വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് കഴുകാന്ന് പറയുമ്പോൾ വല്ലാണ്ട് കൈയിട്ട് അലമ്പി കഴുകൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ എല്ലാ വശത്തുനിന്നും ഒന്ന് കോരി മാറ്റി വെച്ചാൽ മതി. അങ്ങനെ മോരിൻ്റെ നിറം കംപ്ലീറ്റ് ആയിട്ട് പോണ വരയ്ക്ക് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴുകി എടുക്കണം കേട്ടോ. ഓരോ പ്രാവശ്യം ഐസും വെള്ളത്തിൽ കഴുകിയിട്ട് ആ വെള്ളം മാറ്റാം. അങ്ങനെ മോരൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ വാർത്തി കളഞ്ഞ ശേഷം കിട്ടിയ ബട്ടർ ഇത്രയുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ നല്ലൊരു ഉണ്ടയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് ഇനി അടപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചെറു തീയിൽ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ അത് കരിയും പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ പാൻ ചൂടാകുമ്പോൾ ഇത് ഇങ്ങനെ ഉരുകി കുറേശ്ശെ നെയ്യാവണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം ഉരുക്കി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ചേർത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ടു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആവണം. ഉരുകാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നടപ്പത്ത് വെക്കേണ്ട. ഈ കറിവേപ്പിലേക്കൊന്ന് ജസ്റ്റ് ക്രിസ്പ് ആവുക, അല്ലെങ്കിൽ അതിലത്തെ തരികൾ ഊർന്ന് വരുന്ന തരികളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലൊരു ഗോൾഡൻ കളറാവുക, അത്രയും വരയ്ക്കിട്ടാ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ നോക്കിയേ, എൻ്റെ ബട്ടർ ഉരുകി കംപ്ലീറ്റ് ആയിട്ട് നെയ്യായി. അതിലത്തെ ആ തരികളൊക്കെ ഗോൾഡൻ കളറായി. വേപ്പിലേക്കൊന്ന് ക്രിസ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇത് ഒരു അരിപ്പയൊക്കെ വെച്ചിട്ട് കുപ്പിയിലിട്ട് അരിച്ചൊഴിക്കുക കേട്ടോ. അരിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നെയ്യ് തണുത്ത് കഴിയുമ്പോൾ കേട്ടോ ബോട്ടിൽ അടയ്ക്കാൻ പാടുള്ളൂ. ചൂടോട് വെച്ച് ബോട്ടിൽ ഒരിക്കലും അടയ്ക്കരുത്. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ നെയ്യിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോഴൊരു ഇളം ചൂട് ബാക്കിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയ്യ് തണുത്ത് കഴിയുമ്പോഴത്തെ ലുക്ക് നോക്കാം. ഇത് പിറ്റത്തെ ദിവസം നെയ്യ് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? അടിപൊളിയായിട്ടില്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞോളൂട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ആരും മറക്കരുതോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഒരിക്കൽ കൂടി ടാറ്റാ, ബൈ ബൈ.